ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടിൽ പണിക്കാറുള്ള ദിവസത്തെ ഒരു വ്ളോഗ് കണ്ടാലോ? ഇങ്ങനെ ഒരു വ്ളോഗ് എടുക്കണമെന്ന് ഞാൻ മുൻകൂട്ടി തീരുമാനിച്ചതല്ല. പെട്ടെന്നാണ് എന്തോ ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഒരു വ്ളോഗ് എടുത്ത് കളയാന്നുള്ളത്. അതുകൊണ്ട് തന്നെ രാവിലെ മുതലേ ഉള്ള കാര്യങ്ങൾ ഇതിലേക്ക് ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പം ഞാനിത് നമ്മൾ ചായക്ക് കുടിച്ച് കഴിഞ്ഞു എന്ന് ഓൾറെഡി പറഞ്ഞു. അതിന് ശേഷം എന്താ മീൻകറി വെക്കാനാണ് പോകുന്നത്. മുളകിട്ട മീൻകറിയാണേ. രാവിലെ തന്നെ നമ്മളെ കറിയും വറവ് അങ്ങനത്തതൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അമ്മയ്ക്ക് ഫുഡ് കൊണ്ടുപോകണം. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഒരുക്കും. പിന്നെ ഈ ദോശ ഞാനിപ്പോൾ ചുട്ടതാണ്. രാവിലെ നമുക്കുള്ളതൊക്കെ ചുട്ട് പിന്നെ ഇവർക്ക് ചൂടോടെ കൊടുക്കാമല്ലോ എന്ന് വെച്ചാൽ അതിപ്പോൾ ഞാൻ ചുട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുളകിട്ടിട്ടുള്ള മീൻകറി വെക്കാം. നമ്മളിവിടെ മുളകിട്ട മീൻകറിക്ക് മോളീശൻ എന്നാണ് പറയുക. അങ്ങനെ പറയുന്നവർ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അതല്ല ഇനി മറ്റു ഭാഷയിൽ പറയുമെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അച്ഛൻ്റെ അവിടെ കിടക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് ക്യാമറയിലേക്ക് നോക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, വീഡിയോ പ്ലേ അല്ലേ എന്നുള്ളത് നോക്കുന്നതാണ്. എനിക്ക് മിക്കപ്പോഴും പറ്റുന്ന ഒരു അബദ്ധമാണ് വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ടാവില്ല കേട്ടോ. നമ്മുടെ പണിക്കാർക്ക് ഒരു 10:30 ആകുമ്പോഴാണ് ചായ കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞാൻ എന്താ കുറച്ച് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇതൊക്കെ സെറ്റാക്കി വെക്കുന്നത്. ഇങ്ങനെ അരച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിന് ശേഷം ഞാൻ പോയത് നേരെ നമ്മുടെ പണിക്കാർക്ക് ചായ വെക്കാനാണ്. ഇത് നമ്മൾ രാവിലെ ചായ കുടിച്ചതിൻ്റെ പാത്രങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കഴുകി കൊണ്ടുവന്ന് അവർക്കുള്ള ചായ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ മുളകിട്ട മീൻകറി വെക്കാനായിട്ട്. ഇന്ന് നമ്മൾ ചായക്ക് കടി കൊടുക്കുന്നത് ദോശയും ചെറുപയർ കറിയുമാണ് കേട്ടോ. അപ്പോൾ അവർക്കുള്ള ഇത് ഞാൻ നേരത്തെ തന്നെ ഇതാ സെറ്റാക്കി വെക്കുകയാണ്. അവർ വരുന്നതിനൊരു 10 മിനിറ്റ് മുന്നെങ്കിലും ഞാൻ ഇതുപോലെ റെഡിയാക്കി വെക്കും കേട്ടോ. പിന്നെ അവർ വരുന്ന സമയത്ത് ഭയങ്കര തിരക്ക് പിടിച്ചാക്കണ്ടല്ലോ. അപ്പോൾ അതാ കറികളൊക്കെ കോരി കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ചായക്ക് പഞ്ചസാര കുറഞ്ഞോ കൂടിയോ എന്നൊക്കെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത് അരിച്ചതിന് ശേഷം അവിടെ കൊണ്ടുവയ്ക്കാൻ വേണ്ടി പോവുകയാണേ. വീട്ടിൽ പണിക്കാറുണ്ടാകുമ്പം ഭയങ്കര ഒരു തിരക്ക് പിടിച്ചൊരു ദിവസമായിരിക്കും. നമുക്കാണെങ്കിൽ ഒരു റെസ്റ്റ് എടുക്കാനുള്ള സമയം ഉണ്ടാവത്തില്ല അല്ലേ. കാരണം അവർക്ക് ഫുഡ് എടുക്കുക, കൊടുക്കുക, പിന്നെ അതിൻ്റെ പാത്രങ്ങൾ കഴുകുക, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ മെയിൻ പണി. അതിലിടയ്ക്ക് ഞാൻ ദോശ മറന്നിട്ടാണ് എൻ്റെ എക്സ്പ്രഷൻ അങ്ങനെ ഉണ്ടായത് കേട്ടോ. അതവിടെ കൊണ്ടുവയ്ക്കേണ്ടത്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് മേശയിൽ ഇതാ എടുത്ത് കൊണ്ടുവയ്ക്കുന്നുണ്ട്. ഇതൊക്കെ സെറ്റാക്കലാണ് ഏറ്റവും വലിയ പണി. നമ്മൾ ഈ പാചകം ചെയ്യുന്നതിനേക്കാളും കൂടുതലാണ് ഇതുപോലെ സെറ്റാക്കി വെക്കുക, അവരുടെ പ്ലേറ്റൊക്കെ വടിച്ച് വെക്കുക. അങ്ങനെ ഓരോന്നോരോന്ന് എടുത്ത് വെച്ച പാത്രങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ കഴുകാനുണ്ടാവും. ഏറ്റവും കൂടുതൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് തന്നെ നമുക്ക് എന്താ പറയുക നല്ല പോലെ ടയേർഡാവും അല്ലേ. ആരെങ്കിലും നമ്മുടെ കൂടെ ഹെൽപ്പിനുണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ തന്നെ തനിയെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ഭയങ്കര ടയേർഡാവും നമ്മൾ. കണ്ടില്ല, ഓരോന്നോരോന്ന് നമ്മൾ സെറ്റാക്കാൻ തന്നെ നമ്മൾ എത്ര വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നമുക്ക് വന്ന ബാക്കി കറി അവിടെ പൊത്തി വെച്ചിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ നമ്മളെ മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണ് കേട്ടോ. എനിക്ക് അത്യാവശ്യം നല്ലപോലെ കിച്ചണൊക്കെ മാനേജ് ചെയ്യാൻ അറിയാം. എനിക്ക് വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഒന്നും ഉണ്ടാക്കാൻ അറിയാത്തൊരു സാധനമാണ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടും കൂടി ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി ഞാനത് സെറ്റാക്കി എടുക്കാറുണ്ട് കേട്ടോ. ഈ മീൻകറി ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി അങ്ങനെ പഠിച്ചതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ഇതുപോലെ അരച്ചെടുത്തിട്ട് ഞാനിതിൻ്റെ റെസിപ്പി ഓൾറെഡി എന്താ പറയുക വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കാണുന്ന ആഗ്രഹമുള്ളവർ തീർച്ചയായും കണ്ടോ. നല്ല ടേസ്റ്റാണ്. വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി സ്പീഡ് കൂട്ടിയിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. അത് മാത്രമല്ല എനിക്കും നല്ല സ്പീഡുണ്ട്. കാരണം പണിക്കാറുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമുക്കെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കണം. എന്നാലേ അടുത്തത് അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ പുളിവെള്ളമൊക്കെ ഒഴിച്ച് അതിന് ലാസ്റ്റാണ് നമ്മൾ അയലയാണ് ഇന്ന് മുളകിട്ട് വെക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് കുഴഞ്ഞു പോകും. ഞാനിത് മൂങ്ങനെ തന്നെയുള്ള അയലയാണ് കേട്ടോ വെച്ചേക്കുന്നത്. അപ്പോൾ ഒരു സെറ്റ് പാത്രം വടിയൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞു. അതിന് ശേഷം എന്താ മീൻകറി വെച്ചതിൻ്റെ കൂടെ കുറച്ച് പാത്രങ്ങൾ ഇവിടെ നിറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വടിക്കണം. നമ്മുടെ പണിക്കാരാണ് കേട്ടോ. നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാർ തന്നെയാണ്. ആ ചിരിച്ചുകൊണ്ടിരിക്കുന്ന പയ്യൻ്റെ പേര് കിച്ചു എന്നാണ് കേട്ടോ. ഇപ്പുറത്തിരിക്കുന്നത് ഷൈനുവേട്ടൻ. രണ്ടുപേരും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതാണ്. പിന്നെ അവരുടെ മുന്നിൽ പോയിട്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സൈഡിൽ നിന്നൊക്കെ എടുത്തത്. അതവൻ കണ്ടുപോയി കൃത്യമായിട്ട്. അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡിയായി നല്ല സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത സെറ്റ് പാത്രങ്ങൾ വടിക്കാനാണ് പോകുന്നത്. നമ്മുടെ കറി അവിടെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഈ പാത്രങ്ങൾ വടിക്കുക. അതിലിടയ്ക്ക് പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ചോറ് റൈസ് കുക്കറിലാണുള്ളത്. അതൊന്ന് എന്താ പറയുക ഇതാക്കിയെടുക്കുക. അപ്പോൾ അതിൻ്റെ കലവും കൂടി വടിക്കാൻ വേണ്ടി ഞാനത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. അത് വടിച്ച് തിരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ശേഷം ചോറ് വാർക്കാൻ വേണ്ടി പോവുകയാണേ. ഇനി അവർ കഴിച്ച പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകി വെക്കാനുണ്ട്. എല്ലാം കുപ്പി ആയതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ.
അപ്പോൾ ഇതാ ദോശ അത്യാവശ്യം ബാക്കിയുണ്ട്. അത് ഞാൻ അവിടെ കിച്ചണിൽ കൊണ്ടുവച്ചു. അതിന് ശേഷം ടേബിളൊക്കെ നീറ്റായി തുടച്ചു. പിന്നെ ബാലൻസ് വന്ന കുറച്ച് ചായ ഞാൻ എടുത്ത് കുടിച്ചേട്ടാ. ഒരു മാലക്കുള്ളിൽ വളരെ ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ തോന്നിക്കുന്ന രണ്ടാൾക്കാരാണ് നിങ്ങൾ കാണുന്നത്. ഇതിലൊരാൾ ഇവിടുത്തെ അമ്മയുടെ അച്ഛനും ഒരാൾ അച്ഛൻ്റെ അച്ഛനാണ് കേട്ടോ. ഇനി ചെയറൊക്കെ ഒതുക്കി ഇതാ അടുത്ത സെറ്റ് പാത്രങ്ങൾ വടിക്കാൻ വേണ്ടിയിട്ട് കുറേ അധികം പാത്രങ്ങൾ നമുക്ക് ഓരോ ട്രിപ്പിലും ഉണ്ടാവും കേട്ടോ. ഈ വാഷ് ബേസും ഞാനും തമ്മിൽ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. കാരണം ഇവിടെ എൻ്റെ മെയിൻ പരിപാടി പാത്രം വടിക്കലാണ് കേട്ടോ. ഒരുപാട് പാത്രങ്ങൾ, ഇതല്ലാത്ത ദിവസങ്ങളിൽ ഇങ്ങനെ തന്നെയാണ്, എന്തെങ്കിലും ആയിട്ട് ഇഷ്ടം പോലെ പാത്രം ഉണ്ടാവും. അപ്പോൾ ഇതാ ആ വേസ്റ്റൊക്കെ ഞാൻ അപ്പം തന്നെ കൈയോടെ തട്ടാമെന്ന് കരുതിയിട്ട് അങ്ങോട്ടേക്ക് തട്ടി വെക്കുന്നുണ്ട്. അത് ഓൾറെഡി നിറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ തകൃതിയായിട്ടുള്ള പാത്രം വടിയാണ്, പെട്ടെന്ന് തന്നെ തീർക്കണം ഇതൊക്കെ. അതിന് ശേഷം എനിക്ക് അലക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് തീർക്കണം. മെഷീനിൽ ഇടാനും ഉണ്ട്, പുറത്തുനിന്ന് അലക്കാനും ഉള്ളതുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഫാസ്റ്റായിട്ട് ചെയ്ത് തീർക്കുന്ന കേട്ടോ നിങ്ങൾ കാണുന്നത്. സത്യം പറഞ്ഞാൽ റെസ്റ്റ് എടുക്കാൻ ഒരു സമയമില്ലാത്ത പോലെയാണ്. കാരണം ഈ അലക്കും മുക്കൊക്കെ കഴിയുമ്പോഴത്തേക്കും അടുത്ത ചോറ് കൊടുക്കാനാവും. അപ്പോഴത്തേക്ക് അതിന് കുറച്ച് നല്ല പണിയുണ്ടല്ലോ, എല്ലാം കൂടി നിരത്തി സെറ്റാക്കി അതിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകുക. അപ്പോൾ ആ ഒരു സെറ്റ് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ കിച്ചണൊക്കെ നല്ല നീറ്റായി ഗ്യാസ് പ്രത്യേകം ഓഫാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ അലക്കൽ പരിപാടിയാണ്. അതിലേക്ക് മെഷീനിൽ ഇടേണ്ടത് പുറത്തുനിന്ന് അലക്കേണ്ടതൊക്കെ മാറ്റി മാറ്റി വെക്കുന്നതാണ്. അങ്ങനെ അതാ ഇപ്പുറത്തെ അകത്തും എൻ്റെ ഹസ്ബൻഡ് എന്തോ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നേഴ്സും അങ്ങനത്തതൊന്നും നമ്മൾ മെഷീനിൽ ഇടാറില്ല കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാനിതാ ബെഡൊക്കെ വിരിച്ച് സെറ്റാക്കി ഇതൊന്ന് അടിച്ചു വാരി നീറ്റാക്കി ഇടാമെന്ന് കരുതിയിട്ട് അതൊക്കെ ഒന്ന് നീറ്റാക്കി പിരിച്ച് വെച്ച് എല്ലാം എന്താ പറയുക അടിച്ചു വാരി ക്ലീൻ ചെയ്തിടുന്നതാണ് കേട്ടോ. ഈ വിൻഡോസ് ഞാൻ എല്ലാ ദിവസവും തുറന്നിടാറുണ്ട് കേട്ടോ. ചില ദിവസം അത് മറന്നിട്ടും പോകും, ചില ദിവസം ഒരെണ്ണം മാത്രം തുറക്കും. മഴയുള്ള ദിവസങ്ങൾ അങ്ങനെ തുറക്കാൻ നിൽക്കുകയില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എല്ലാ റൂമും ഒന്ന് അടിച്ചു വാരി ക്ലീൻ ചെയ്തിട്ടു കേട്ടോ. ഇത് നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അലക്കാൻ വേണ്ടി പോകണം. നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ക്ഷീണവും വരുന്നുണ്ട്. അപ്പോൾ ഷീറ്റ് ഇട്ടിട്ട് ഇത്രത്തോളം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്ന് ഏകദേശം ഇത് കംപ്ലീറ്റ് ആവുമെന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത്. മെഷീൻ്റെ മൂടി എടുക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. കാരണം അതിൻ്റെ ഉള്ളിൽ പാമ്പാണോ എന്ന് പുറത്തുനിന്ന് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. അത് ആ പൈപ്പാണ്, അതിൻ്റെ ടാപ്പിലേക്കുള്ള കണക്ഷനാണ്. അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ അതിലേക്ക് ഇട്ടത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ലിക്വിഡ് ഇതാണ്. അങ്ങനെ മെഷീൻ സെമി ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമ്മൾ ഓരോ തവണ കയറി ഇറങ്ങണം. പൈപ്പിൽ നിന്നൊന്നും അങ്ങനെ വെള്ളവും വരില്ല. അപ്പം അതവിടെ തിരിച്ച് വെച്ചതിന് ശേഷം ഞാനിതാ താഴത്തുനിന്നുള്ളത് അലക്കാൻ വേണ്ടി പോവുകയാണ്. സെമി ഓട്ടോമാറ്റിക് ആരും തന്നെ വാങ്ങരുത്, കാരണം നല്ല പണിയാണ്. പോരാത്തതിന് ഈ മെഷീൻ ടെറസിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കയറി ഇറങ്ങി ഒരു 3-4 വട്ടം കയറി ഇറങ്ങണം. പിന്നെ ടാപ്പിൽ നിന്നാണെങ്കിൽ വെള്ളം വീഴത്തേ ഇല്ല. അതിൽ അലക്കാൻ നിന്നാൽ നമുക്ക് ഭ്രാന്താവും. പിന്നെ ഇനി പുറത്ത് നിൽക്കാം. അതിൻ്റെ കൂട്ടത്തിൽ വേസ്റ്റും കൂടെ കളയാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കളയാമെന്ന് കരുതി അതും കൂടെ എടുത്തിട്ടുണ്ട് കയ്യിൽ. പിന്നെ അതിനായിട്ട് ഇങ്ങോട്ടേക്ക് വരണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് അതും ഈ ഒരു പോക്കിൽ തന്നെ അങ്ങോട്ടേക്ക് നടക്കട്ടെ എന്ന് കരുതി. എനിക്ക് ഏറ്റവും നെട്ടുള്ളൊരു സാധനമാണത് ഈ പുഴുവിനെ കാണുക എന്നുള്ളത്. ഈ വേസ്റ്റ് ഒന്നും എനിക്കൊരു പ്രശ്നമല്ല, പക്ഷേ ഈ പുഴുവിനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു പോലെയാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാം. പുഴുവിൻ്റെ കാര്യമല്ല കേട്ടോ, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഞെട്ടങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാനാണേ പറഞ്ഞത്. അപ്പോൾ ആ ഒരു വേസ്റ്റിൻ്റെ പാത്രം അവിടെ വടിച്ച് നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അലക്കൽ പരിപാടി. നല്ല വെയിലുണ്ട്. ഈ വെയിലത്ത് നിന്നിട്ട് എങ്ങനെ ഇത് ഫുൾ അലക്കി തീർക്കുമെന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ്. കുറച്ചുണ്ട് അലക്കാൻ വേണ്ടി. പിന്നെ ഞാൻ എല്ലാ ഇതൊന്നും മെഷീനിൽ ഇടയില്ല കേട്ടോ. അത് പുറത്തുനിന്ന് അലക്കേണ്ടതൊക്കെ പുറത്തു തന്നെയാണ് അലക്കാറുള്ളത്. ബനിയൻ, ഓല, ഇന്നേഴ്സ്, പിന്നെ സ്കൂൾ യൂണിഫോം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ അത്യാവശ്യം വീട്ടിൽ നിന്ന് ഇടുന്ന നല്ലതും മെഷീനിലിടയില്ല. പിന്നെ അമ്മമ്മേൻ്റെ എന്തോ അലക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മമ്മ തന്നെയാണ്. അമ്മമ്മേൻ്റെ മുട്ടിനിടുന്നതാണ്. നമ്മുടെ ചന്ദ്രയമ്മ ഇന്ന് പതിവിലും നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്. അമ്മമ്മേൻ്റെ പുതിയ ബ്ലൗസാണെന്ന് തോന്നുന്നു. അപ്പോൾ അമ്മമ്മക്ക് മൊത്തത്തിലൊരു മാറ്റമുണ്ട്. അപ്പോൾ അമ്മമ്മേൻ്റെത് വേഗം അലക്കി കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ അത് അലക്കി കൊടുക്കുകയാണ് കേട്ടോ. അത് കൈയോടെ അമ്മമ്മ അതങ്ങോട്ട് കൊണ്ടുപോയിക്കോട്ടെ എന്ന് വെച്ചിട്ട്. കാരണം അത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഞാൻ മെഷീനിൽ ഇട്ടിട്ടുണ്ട് അമ്മമ്മേൻ്റെത്. പുറത്തുനിന്ന് അലക്കേണ്ടത് ഇതുപോലെ അമ്മമ്മ ഇടയ്ക്ക് കൊണ്ടുതരും. അങ്ങനെ അതൊക്കെ നല്ല നീറ്റായിട്ട് പിഴിഞ്ഞ് കൊടുത്തത് അമ്മമ്മ അതും വാങ്ങിയിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഇനി നമ്മൾ വളരെ പെട്ടെന്ന് ഇത് അലക്കി തീർക്കണം. ഈ സ്പീഡിട്ട വീഡിയോ ഞാൻ കാണിക്കുന്നതാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്ലോയിൽ തന്നെയാണ്. കാരണം ധനുഷുവിൻ്റെ ഡ്രസ്സ് ഇതൊന്നും മെഷീനിൽ ഇടയില്ല. നല്ല പൊടി ഉണ്ടാവുമല്ലോ, അതൊന്നും നമ്മൾ മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ പോവത്തില്ല. അപ്പോൾ അങ്ങനത്തെ എല്ലാ സംഭവം തന്നെ തോർത്ത് ഇതൊക്കെ അലക്കിയെടുക്കുമ്പോൾ ഒരു ടൈം ആയിട്ടുണ്ട്. ഇവിടെ മെഷീനൊക്കെ വാങ്ങിച്ചിട്ട് ഒരു 3-4 കൊല്ലമൊക്കെ ആയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാനിപ്പോൾ ഒരു വർഷം ഒക്കെ ആയിട്ടേ ഉള്ളൂ അത് യൂസ് ചെയ്യാൻ. അതായത് 2 ദിവസം കൂടുമ്പോഴാണ് നമ്മൾ ഇടാറുള്ളത്. അല്ലാത്ത ഒറ്റ ദിവസത്തെ തുണി നമ്മൾ അതിൽ ഇടാറില്ല കേട്ടോ.
മെഷീൻ യൂസ് ചെയ്യാത്ത സമയത്തൊക്കെ ഈ കല്ലുമ്മ തന്നെയാണ് ഞാൻ വീട്ടിലെല്ലാവരുടെ ഡ്രസ്സും അലക്കിയെടുക്കാറുള്ളത്. അപ്പോഴൊക്കെ ആണെങ്കിൽ ഇവിടെ നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ആ മരങ്ങളൊക്കെ മുറിച്ചുകൊണ്ടാണ് ഇത്ര അധികം തന്നെ വെയിൽ വരുന്നത്. ഇവിടെ നല്ല വെയിലുണ്ട് ഇവിടെ ഇപ്പോൾ. അപ്പോൾ അപ്പുറം നമ്മളെ പണിക്കാറ് പണിയെടുക്കുന്നതുകൊണ്ട് തന്നെ അമ്മേൻ്റെ ചെടികളൊക്കെ അമ്മ ഇവിടെ സേഫായിട്ട് കൊണ്ടെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പെട്ടെന്ന് തന്നെ താഴെ നിൽക്കേണ്ട തുണിയൊക്കെ എടുത്ത് വന്ന് ഇവിടെ ആറിയിടുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് മെഷീനിലെ തുണിയും കൂടെ എടുത്ത് ആറിടാനുള്ളതാണല്ലോ. നമ്മൾ കല്ലേൽ അലക്കിയ തുണികളൊക്കെ ഞാൻ എപ്പോഴും ഈ ഒരു സൈഡ് തന്നെയാണ് ആറിയിടാറുള്ളത് കേട്ടോ. ആറിയിടാന്നൊക്കെ പല നാടുകളിലും പല ഭാഷയായിരിക്കും. നമ്മളിവിടെ തുണി വിരിച്ചിടുന്നതിന് ആറിയിടാന്നൊക്കെയാണ് പറയുക. അപ്പോൾ ആ പൈപ്പ് പൊട്ടിയതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ വെയിൽ കൊണ്ടിട്ടാണ് അത് ചില സൈഡ് ഇങ്ങനെ ഓട്ട വീണിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ മെഷീനിലുള്ള തുണിയൊക്കെ എടുത്തിടുമ്പോഴേക്കും എൻ്റെ ഒരു കോലം കണ്ടോ ഫുള്ള് നനഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ തുണികൾ ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ഒന്നിൽ മാത്രം ഇട്ടിട്ടാണ് ഉണക്കിയെടുക്കുന്നത്, കാരണം അത്രയും മതി, കാരണം നല്ല വെയിലാണല്ലോ ഇപ്പോൾ. അപ്പോൾ ഇതാ ഇനി എല്ലാം ഇവിടെ സെറ്റാക്കി വിരിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ കാണിക്കുമ്പോൾ ഞാൻ വളരെ ചെറിയ ടൈമല്ലേ അതൊക്കെ കാണിക്കുള്ളൂ. പെട്ടെന്ന് അതിന് ശേഷം ഞാൻ താഴെ വന്നത് വെള്ളം കുടിക്കുകയാണ്. ഈ ഒരു സംഭവം കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് എന്താണ് ബാക്കിൽ നിന്ന് തിരിഞ്ഞു നോക്കിയതാണ്. ആ ചിരവേൻ്റെ ഇതാണ് കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ സമയമില്ല. അതിന് നമുക്കിതാ ചോറ് കൊടുക്കണം. അപ്പോൾ അതിനുള്ള എല്ലാ ഇതും ഞാൻ നിരത്തി വെക്കുകയാണ്. വറവ്, കറി ഇതൊക്കെ എടുത്ത് വെക്കണം. ഇനി ഇപ്പം സമയം ഒരു മണിയൊക്കെ ആയിട്ടുണ്ട്. അവർക്കൊരു 1:30ക്കാണ് ചോറ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതെല്ലാം സെറ്റാക്കുന്നുണ്ട്. ഇപ്രാവശ്യം ഞാൻ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ മൂങ്ങനെ തന്നെ, അതായത് ഒരു ഫുള്ള് മീൻ മൊത്തത്തിൽ അങ്ങോട്ട് കറി വെക്കുന്നത്. ആകെ 3 മീനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പണിക്കാർക്ക് 2 ഫുള്ളായിട്ട് എടുക്കാനും പിന്നെ അച്ഛനും അമ്മമ്മക്കും വേണ്ടി ഒരു മീനിനെ ഞാൻ നടുവിട്ട് പുളർക്കുകയും ചെയ്ത്. അപ്പോൾ എല്ലാം പഠിച്ചു കഴിഞ്ഞെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കുക്കറിൻ്റെ ഒരു മൂടി അവിടെ അവശേഷിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതാ അവർക്ക് വേണ്ടിയിട്ടുള്ള പപ്പടം വാട്ടി, അവർക്ക് മാത്രമല്ല നമുക്കും കൂടിയുള്ളത് ഞാൻ വാട്ടിയെടുക്കുന്നുണ്ട്. പപ്പടം അങ്ങ് വാട്ടിയെടുക്കുന്നു. അത് കഴിഞ്ഞ് അതേ വെളിച്ചെണ്ണയിൽ തന്നെ വെളിച്ചെണ്ണ കുറച്ച് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചതിന് ശേഷം എന്താ പറങ്കീൻ്റെ കൊണ്ടാട്ടം, ഇത് നമ്മൾ കൊണ്ടാട്ടം എന്നാണ് കേട്ടോ പറയാം. ഇതൊന്ന് വറുത്തെടുക്കാൻ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഞാനതും അവർക്ക് കൊടുക്കാമെന്ന് കരുതിയിട്ട് അത് വറുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇനിതാ നമ്മൾ രാവിലത്തെ സംഭവം സെയിം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ സാധനങ്ങളും മേശയിലെ മേലെ കൊണ്ടുവയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ടേബിളിന് മേലെ എത്തട്ടെ, ഞാനിത് ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ ദിവസം പണിക്കാറുള്ളപ്പോൾ ഉണ്ടല്ലോ, ബാക്കി എല്ലാം കൊണ്ടുവച്ചിട്ട് ഞാൻ ചോറ് മാത്രം വെക്കാൻ വേണ്ടി മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകം ഓർമ്മിച്ച് വെക്കുന്നുണ്ടായിരുന്നു ചോറ്. അങ്ങനെ എല്ലാം ഞാനിവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ എല്ലാം അത്യാവശ്യം നല്ല ചൂടോടെ തന്നെയാണ് ഇരിക്കുന്നത്, കാരണം ചൂടോടെ അവർ കഴിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. വെള്ളവുമൊക്കെ ഞാൻ ചൂടാക്കി എടുത്തിട്ട് രാവിലെ തന്നെ തിളപ്പിച്ച് വെക്കുന്ന വെള്ളമാണ്. അപ്പോൾ അത് ഞാൻ അത്യാവശ്യം ചൂടിൽ തന്നെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഈ സമയം 1:15 ആയിട്ടുള്ളൂ. അപ്പോൾ അവർ വരട്ടെ എന്ന് കരുതിയിട്ട് ഞാനവിടെ പൊത്തി വെച്ചിട്ടുണ്ട്. 1:15 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി പണിയൊക്കെ എന്തായി എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ മെല്ലെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇത് ഇട്ടതിന് ശേഷം അത്യാവശ്യം നല്ലപോലെ വെളിച്ചം കുറവുണ്ട് എന്നേ ഉള്ളൂ കേട്ടോ. കാണാനൊക്കെ നല്ല ഇതുണ്ട്. അകത്തൊക്കെയുള്ള വെളിച്ചം പൊതുവേ കുറയല്ലോ. എല്ലാ പാത്രവും വടിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചതെങ്കിലും ഈ ഒരു പാത്രം ഇവിടെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. തലേന്ന് കറി ഒഴിച്ച് വെച്ച പാത്രമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ അവിടെ കൊണ്ടുവച്ചു. ഇനി ഇതൊക്കെ വടിക്കുമ്പം ഞാൻ പണിക്കാർ ചോറൊക്കെ തിന്ന് എണീച്ചിട്ടില്ല. പിന്നെ പപ്പടം വാട്ടി ആ ഒരു ഇതുണ്ട്. തനിച്ചൊന്ന് രാവിലെ കൊടുത്തയച്ച ചോറ് റൈസിൻ്റെ ബാക്കിയുണ്ട്, അത് ഞാൻ കഴിക്കാമെന്ന് കരുതി. പിന്നെ ഈ പപ്പടം വാട്ടിയതെടുത്ത് തൽക്കാലം ഈ പറങ്കി കൊണ്ടാട്ടത്തിൻ്റെ മേലെ അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ആ റൈസിൻ്റെ കൂടെ കൂട്ടത്തിൽ ഇതിൻ്റെ കുറച്ച് ചാറെടുക്കുന്നുണ്ട്. ഈ 2 പീസ് അച്ഛനും അമ്മമ്മക്കും വേണ്ടി ഞാൻ മാറ്റി വെച്ചേക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 3 അയല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ മുങ്ങനെയുള്ളത് 2 പണിക്കാർക്ക് വെച്ചു. ഈ ഒരു കഷ്ണം അച്ഛനും അമ്മമ്മക്കും വേണ്ടി വെച്ചിട്ടുണ്ട്. അടുത്തത് ഈ ഒരു സെറ്റ് പാത്രം വടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇതിന് മാത്രം എവിടെയാണോ പാത്രം ഇരിക്കുന്നതാണ് എൻ്റെ മൈൻഡിലൂടെ കടന്നു പോകുന്നത്. എല്ലാം നമ്മൾ യൂസ് ചെയ്തതാണെങ്കിലും ഇടയ്ക്കിടയ്ക്കേ ഇങ്ങനെ പാത്രം വടിച്ച് എന്താ പറയുക, നല്ലപോലെ മടുപ്പ് ഫീൽ ചെയ്യും. അപ്പോൾ അതും ഞാൻ വടിച്ച് വെച്ച് പിന്നെ അത് നടന്നു വരുമ്പോൾ അച്ഛൻ ഇവിടെ ഇരുന്ന് ഫോൺ നോക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ മിക്സി എടുക്കുമ്പം ചാടിപ്പോയ ഒരെണ്ണമാണ്. ഇതിനെ എടുത്ത് അതിൻ്റെ ഉള്ളിൽ വെക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എന്നെ മാത്രം നീ കണ്ടില്ല എന്നുള്ള ഭാവത്തിലൊരു കുപ്പി ഇവിടെ ഇരിക്കുന്നത്. പാലൊഴിച്ച് വെക്കുന്ന കുപ്പിയാണ് കേട്ടോ. പിന്നെ അതിനത് കയ്യോടെ വടിച്ച് വെക്കാമെന്ന് കരുതിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിനോടുള്ളൊരു ദേഷ്യം തീർക്കാൻ വേണ്ടി ഞാൻ അതിനെ അങ്ങ് തലകുത്തി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പോഴൊന്നും ഞാൻ ഈ ഏരിയയിലേക്കില്ല എന്നുള്ള ഭാവത്തിൽ ഞാനിതാ വീണ്ടും നടന്ന് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ പണിക്കാർ വന്നിട്ടുണ്ട്. അവർക്ക് ഈ ഒരു കൊണ്ടാട്ടം ഞാൻ ഏറ്റവും ലാസ്റ്റ് എടുത്ത് വെക്കാമെന്ന് വെച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്, കാരണം അത് ചൂടോടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ അങ്ങനെ അടുത്ത സെറ്റ് പാത്രങ്ങൾ ഓരോന്നോരോന്നായി പോരട്ടെ. അപ്പോൾ അവർ ഫുഡൊക്കെ കഴിച്ച് എണീച്ചതിന് ശേഷം ആ കുപ്പി പ്ലേറ്റിനെ ഞാൻ ഫസ്റ്റ് അങ്ങോട്ട് മാറ്റി വെച്ച് അവനൊരു പ്രയോറിറ്റി നമ്മൾ തീർച്ചയായും കൊടുക്കണം.
കാരണം പൊട്ടിക്കഴിഞ്ഞാൽ അവന് ഇത്തിരി പ്രശ്നമാണ്. അങ്ങനെ ദാണ്ട്ര ഞാൻ വീണ്ടും വന്നു എന്നുള്ള ഭാവത്തിൽ സിങ്കിലേക്ക് പാത്രങ്ങൾ ഇങ്ങനെ കുമിഞ്ഞു കൂടുന്നുണ്ട്. വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്കൊരു പ്രത്യേക ചമ്മലാണ് കേട്ടോ. അതിൻ്റെ ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇനി അടുത്ത അംഗം നമുക്ക് തുടങ്ങാം. ഈ പാത്രങ്ങളൊക്കെ പഠിച്ചു വെക്കണം. സിങ്കിൽ സ്ഥലമില്ലാത്ത അവസ്ഥയാണ് കേട്ടോ പാത്രങ്ങൾ കൊണ്ട്. അതായത് നമ്മൾ ഫുഡ് കഴിച്ചതിൻ്റെതും അങ്ങനെ കറി എടുത്തതിൻ്റെ പാത്രങ്ങളും തലേന്നത്തെ ചോറ് അത് നമ്മൾ കഴിച്ചു, അപ്പോൾ അതിൻ്റെ പാത്രങ്ങളും ഒക്കെ കൂടിയായിട്ട് ഒരുപാട് പാത്രങ്ങളുണ്ടാവും എല്ലാ ട്രിപ്പിലും ഇതുപോലെ വടിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ വടിച്ച് സെറ്റാക്കി വെക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഈ ഒരു വാഷ് ബേസുമായിട്ട് ഒരു പ്രത്യേക അറ്റാച്ച്മെൻറ്റ് ഉണ്ട് എന്നുള്ളത്. കാരണം ഇത് എനിക്കിപ്പം മാത്രമല്ല എപ്പോഴുമുള്ളൊരു പരിപാടിയാണ്. എന്തെങ്കിലുമായിട്ട് പാത്രങ്ങളുണ്ടാവും വടിക്കാനായിട്ട്. അങ്ങനെ അവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാമെന്ന് പറഞ്ഞിട്ട് അത് ബൈ ബൈ പറഞ്ഞിട്ട് ഞാൻ വീണ്ടും പോയിട്ടുണ്ട്. കുറച്ച് അമ്മമ്മയോട് വർത്തമാനം പറയാമെന്ന് കരുതിയിരിക്കുമ്പോൾ അമ്മമ്മ ഇത് ഏതോ ലോകത്ത് നോക്കത്താ ദൂരത്ത് കണ്ണും നട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനിയുള്ള ആ ഒരു ഗ്യാപ്പിൽ എനിക്ക് കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു 3 മണി 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ധനുഷ് വന്നിട്ടുണ്ട്. 4 മണി ആയിട്ടുണ്ട്. ധനുഷുക്കുട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. അവൻ യൂണിഫോമൊന്നും മാറ്റുന്നില്ല, അവൻ ഈ പണിക്കാരുടെ നോക്കിയിരിക്കുകയാണ്. ഈ പണി തുടങ്ങിയപ്പോഴൊക്കെ ധനുഷു ഉണ്ടല്ലോ ഫുൾ ടൈം അവരുടെ കൂടെ തന്നെയാണ്. അപ്പോൾ ആ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനൊരു 10 മിനിറ്റ് ഒന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്താ പറയുക എണീക്കാൻ പറ്റാത്ത പോലെ ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു ക്ഷീണം, തലയ്ക്ക് പൊന്താത്ത പോലെ, കാലൊക്കെ നല്ല വേദന എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതാ എന്താ പറയുക എണീച്ചല്ലേ പറ്റുമോ, അതുകൊണ്ട് ഞാനിത് എണീച്ച് വന്നിട്ടുണ്ട്. പിന്നെ അവർക്ക് ചായ വെച്ച് കൊടുക്കണം, അതിനായിട്ട് പോവാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥേൻ്റെ ആണെന്നറിയില്ല, എന്തോ ഭയങ്കര ഒരു ക്ഷീണം ഉണ്ട് കേട്ടോ. ധനുഷുവിന് ഞാൻ വന്നപാട് എന്തെങ്കിലും കൊടുക്കലുണ്ട് തന്നെ, പക്ഷേ ഇതെനിക്ക് പറ്റിയില്ല വന്നപാട് കൊടുക്കാൻ വേണ്ടി. കാരണം അവർക്ക് ചായ കൊടുക്കേണ്ട ആ ഒരു സമയവും എല്ലാം കൂടി ഒന്നിച്ചാണ് വന്നത്. അപ്പോൾ ധനുഷു ആണെങ്കിൽ വിളിച്ചാലൊന്നും വരുന്നുമില്ല ഈ പണി തുടങ്ങി. അങ്ങനെ ലാസ്റ്റ് ചായ കുടിക്കുന്ന സമയത്ത് അവർ അകത്തേക്ക് വരാറില്ല. അവർ പണീൻ്റെ ഒരു തിരക്കിലായതുകൊണ്ട് പുറത്തുനിന്ന് തന്നെയാണ് ചായ പുറത്തേക്ക് വെച്ചതെന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വാഷ് ബേസിലത് അടുത്ത സെറ്റ് പാത്രങ്ങൾ ഇവിടെ റെഡി ആവുന്നുണ്ട്. അങ്ങനെ പണിക്കാർ ചായയൊക്കെ കുടിച്ച് പണിയൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ ധനുഷുവിനെ ഞാൻ കുളിപ്പിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. ഇപ്പം വൈകുന്നേരം ആയിട്ടുണ്ട്. പിന്നെ അവൻ്റെ തൊടുതൈലാണ്, അത് വെച്ച് കൊടുക്കലുണ്ട്. പിന്നെ അവന് വേണ്ടിയിട്ട് കഴിക്കാൻ വേണ്ടി മാങ്ങ മുറിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. ഇത് അമ്മ കൊണ്ടുവന്ന മാങ്ങയാണ്. ഇത് ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷെ ചെറിയൊരു പുളിപ്പും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനത് കട്ട് ചെയ്ത് വെച്ചിട്ട് അവന് വേഗം കൊടുക്കാൻ നോക്കുകയാണ്. പിന്നെ ആ ഒരു മുറിച്ച വേസ്റ്റ് അതിൻ്റെ തോലൊക്കെ വേസ്റ്റിലേക്ക് ഇട്ടിട്ട് അത് അപ്പം തന്നെ കഴുകി അങ്ങ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ അവിടെ സെറ്റായി, ചായൻ്റെ പാത്രങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് വടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളെ അടുത്ത പരിപാടി ഈ രാവിലെ വെച്ച കറിയാണല്ലോ, അപ്പോൾ അത് വറവ് ഇതൊക്കെ നമുക്ക് ചൂടാക്കി എടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് പോവും. അതുകൊണ്ട് അതൊക്കെ ചൂടാക്കി എടുക്കാം. ഇനി ഇതൊക്കെ ഒന്ന് ഒതുക്കി കിച്ചണൊക്കെ നീറ്റാക്കി വെക്കണം. അപ്പോൾ നമുക്ക് 3-4 ദിവസമായി പണിക്കാറ്. ഇന്നത്തോടെ പണിയൊക്കെ തീർത്തിട്ടുണ്ട്. അപ്പോൾ ആ പ്ലേറ്റുകളൊക്കെ നമ്മൾ അപ്പുറത്തേക്ക് എടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോന്ന് നീറ്റാക്കി വരിക. അതിന് ശേഷം അടിച്ചു വാരാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ധനുഷുവിൻ്റെ കളിപ്പാട്ടം ഉണ്ടാവും ഇങ്ങനെ പരന്ന് കിടക്കുന്നത്, അതൊക്കെ ഫസ്റ്റ് തന്നെ പൊറുക്കി അടുപ്പിക്കണം. അതിന് ശേഷമാണ് അടിച്ചു വാരുന്നത്. ധനുഷ് വന്നപാട് തന്നെ എല്ലാം ഇതുപോലെ നിരത്തിയിടും. അപ്പോൾ അതൊക്കെ ഫസ്റ്റ് തന്നെ അടുക്കി പെറുക്കി വെക്കാതെ എന്താ പറയുക എനിക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണത്. പക്ഷേ ഒതുക്കി വെക്കാതെ ശരിയാവില്ലല്ലോ. പിന്നെ മിറ്റടിക്കാനും എപ്പോഴും ഞാൻ തന്നെയാണ് മിറ്റടിക്കുക. പക്ഷേ ഇന്ന് ഞാൻ മിറ്റടിക്കാൻ പോകുന്നില്ല, കാരണം നല്ലപോലെ ക്ഷീണമുണ്ട്. അപ്പോൾ അതിന് ശേഷം വെള്ളം വലിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക പാചകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അത് ഇതുപോലെ ബക്കറ്റിൽ പിടിച്ച് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് വലിക്കണം. അപ്പോൾ അത് ഫുള്ളായിട്ട് വെള്ളമുണ്ട്. അപ്പോൾ അത് എടുത്തുകൊണ്ടുവന്ന് അവിടെ കിച്ചണിലേക്ക് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ചോറ് തിളപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് അതൊക്കെ സെറ്റാക്കുകയാണ്. അതിലേക്കുള്ള വെള്ളം ഒന്ന് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ചോറ് നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഇനി അടുത്തത് നമുക്ക് നേരത്തെ രാവിലെ നമ്മൾ ചോറ് വറുത്ത കഞ്ഞിക്കല്ലുണ്ടല്ലോ, അതൊക്കെ ആ വെള്ളമൊക്കെ മറിച്ച് വീണ്ടും ഒന്ന് വടിച്ചെടുക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഞാൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ടേബിളിന് മേലെ കുറച്ച് സമയം ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണ് ധനുഷുവിൻ്റെ ടിഫിനും അതുപോലെ വാട്ടർ ബോട്ടിലും ഒന്നും ഞാൻ കഴുകിയിട്ടില്ല എന്നുള്ളതിന് ഓർമ്മ വന്നത്. എപ്പോഴും ഞാൻ അവൻ വന്ന ഉടനെ തന്നെ ചെയ്യുന്ന കാര്യമാണിത്. പക്ഷേ ഇന്ന് തിരക്കിലായതുകൊണ്ട് അത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പെട്ടെന്ന് കഴുകി വെച്ച് ടാറ്റ പറഞ്ഞ് ഞാൻ വീണ്ടും സിറ്റ് ഔട്ടിലേക്ക് ഒന്ന് പോയിട്ടുണ്ട്, എന്തായി എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ആ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ ഫുള്ളുള്ളത്. അപ്പോൾ വീട്ടിൽ ആ ഒരു വെളിച്ചം പോയത് എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. എനിക്ക് എപ്പോഴും വീട്ടിൽ നല്ല വെളിച്ചമുള്ളതാണ് ഇഷ്ടം. അങ്ങനെ ഞാൻ ധനുഷിനെ കൂട്ടാൻ പോവാണ് കേട്ടോ പാറുവിൻ്റെ വീട്ടിലേക്ക്.
അമ്മ അങ്ങനെ അവിടെ നിന്നൊക്കെ ഒരുവിധം ഞാൻ കൂട്ടി വന്നിട്ടുണ്ട്. അതിന് ശേഷം അവന് മാങ്ങ കൊടുക്കുകയാണ് നേരത്തെ അരിഞ്ഞു വെച്ചത്. അവൻ പിടികിട്ടാ പുള്ളിനെ പോലെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അവൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പാറിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോ എൻ്റെ മോനെടുത്ത് തന്നെയാണ്. അവൻ നല്ല നീറ്റായിട്ട് തന്നെ ഞാനൊന്ന് വീഡിയോ എടുത്ത് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവൻ കൃത്യമായിട്ട് എനിക്ക് എടുത്ത് തന്നിട്ടുണ്ട്. ഇത് ഞാൻ ചെയ്യുന്ന എൻ്റെ മയിലുണ്ടല്ലോ, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് ഈ പീക്കോക്കിനെ. അപ്പം ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ എൻ്റെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഇത് ഒരല്പം അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഞാനവിടെ ഇങ്ങനെ എന്താ പറയുക അലങ്കോലമായിട്ട് ഇട്ടതിനെ തുടർന്നാണ് കേട്ടോ. അപ്പോൾ അത് എനിക്ക് സങ്കടം തോന്നിയിട്ട് ഞാനത് ഒട്ടിച്ച് വെക്കുന്നതാണ്. അത് ഫുള്ളായിട്ട് ഒട്ടിച്ചില്ല, അത് എനിക്ക് ആ ഒരു ഗ്ലൂ തീർന്നിട്ടുണ്ടായിരുന്നു. ഗ്ലൂ സ്റ്റിക്ക് തീർന്നതുകൊണ്ട് കുറച്ച് അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുളിച്ചിറങ്ങി വന്നിട്ടുണ്ട്. പിന്നെ അതാ നേരെ താഴെ പോയിട്ട് ചായ കുടിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ചായക്കിടയിൽ ഇന്ന് എടുത്തത് ഇതാണ്. ഈ മുറുക്കയുടെ അങ്ങനെ മാറി നിൽക്കണ്ടെന്നിട്ടാണ് എടുത്തതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു 7:45 ആകുമ്പോഴത്തേക്ക് ഇതാ ഞാൻ ധൻഷുവിന് ചോറ് കൊടുക്കുന്നുണ്ട്. ധൻഷുട്ടന് പൊതുവേ ഫുഡ് കഴിക്കാൻ നല്ല മടിയാണ് കേട്ടോ. അപ്പോൾ അവന് ഞാൻ എങ്ങനെയെങ്കിലും വറവൊക്കെ അവൻ്റെ വായിലേക്ക് എത്തിക്കാറുണ്ട്. കാരണം ചോറിൻ്റെ ഇടയ്ക്കൊക്കെ വെച്ചിട്ട് അങ്ങനെ തോരനൊന്നും അങ്ങനെ വലിയ ഇഷ്ടമല്ല. പക്ഷെ ഞാൻ എങ്ങനെയെങ്കിലും വയറ്റിലെത്തിക്കോട്ടോ. അങ്ങനെ ഇതാ അമ്മമ്മ ചോറ് തിന്നാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മമ്മയ്ക്ക് ചോറൊക്കെ കൊടുത്ത് അമ്മമ്മയുടെ ചോറ് തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഇതാ നമ്മുടെ കറി രാവിലെ വെച്ച കറിയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ എല്ലാ പാത്രങ്ങളും എടുത്ത് കഴുകാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. ഞാൻ ചോറ് തിന്ന് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഈ പാത്രങ്ങളൊക്കെ ഇങ്ങനെ വടിച്ച് വെക്കാറുണ്ട്. ധൻഷുവിന് കൊടുത്ത ഉടനെ തന്നെ ഞാൻ ചോറ് തിന്നു. എനിക്കധികം ഓവർ ലേറ്റായി ചോറ് തിന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ധൻഷുവിന് കൊടുത്ത അപ്പം തന്നെ ഞാനും ചോറ് കഴിക്കാറുണ്ട്. അപ്പോൾ തന്നെ ഇത് ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയും വെക്കാറുണ്ട് കേട്ടോ എപ്പോഴും. അപ്പോൾ അപ്പോഴും കുറച്ചധികം പാത്രം നമുക്ക് ഉണ്ടാകും കഴുകാനായിട്ട്. കാരണം ഇത് നമ്മൾ ഒഴിച്ച് വടിച്ച് വെക്കുന്നതാണല്ലോ. അപ്പം അതാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എനിക്ക്. ധൻഷു LKG-യിലായ പിന്നെ എപ്പോഴും അവൻ വന്നപാട് തന്നെ ഹോംവർക്കും അങ്ങനെയുള്ള അന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ അപ്പം തന്നെ ഞാൻ പഠിപ്പിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നിപ്പം അടുത്ത ദിവസം 2 ദിവസം ലീവാണല്ലോ. അപ്പം അവനെ ഞാനങ്ങ് ഫ്രീ ആയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഈ പണിത്തിരക്കിൻ്റെ ഇടയ്ക്ക് അവനെ കെയർ ചെയ്യാനുള്ള ആ ഒരു ഇത് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്നങ്ങനെ പോട്ടെ എന്ന് വെച്ചിട്ടോ. അങ്ങനെ ഇത് ധൻഷുവിൻ്റെ ഫ്രണ്ട് ആ കുട്ടിയുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ സ്കൂളിൽ നിന്ന്. അപ്പോൾ അമ്മമ്മ ഇതാ ഫുഡൊക്കെ കഴിച്ച് പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.